ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫയാസ് കിച്ചൺ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈസി ബ്രെഡ് റോൾസ് റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ചിക്കൻ ഒന്നും വേണ്ട, നമുക്ക് വെജിറ്റബിൾസ് വെച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരു വെജിറ്റബിൾ ബ്രെഡ് റോൾസ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിവിടെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പൊ അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴന്നു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഇവിടെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാബേജ്, ക്യാപ്സിക്കം, ബീൻസ്, ക്യാരറ്റ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഓരോരോ കപ്പ് വീതമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്നൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു മാഗി ക്യൂബിന്റെ 1/2 പീസാണ്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാഗി ക്യൂബ് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സോസാണ്. നമ്മളിവിടെ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ സോയാ സോസും ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു 2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2-3 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മസാല ഇവിടെ റെഡിയായി വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം.
ഇനി ഫില്ലിങ്സിന് വേണ്ടി അത് ഡിപ്പ് ചെയ്യാൻ നമുക്ക് മിൽക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ മിൽക്കിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് ആ പാലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്രെഡിന്റെ 4 ഭാഗവും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കത് പാലിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. നന്നായി പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ മസാല ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. ഇത് നമുക്കൊരു റൗണ്ട് ഷേപ്പിലാണ് ഉരുട്ടിയെടുക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊരു റൗണ്ട് ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഉരുട്ടിയെടുക്കേണ്ടത്. ഇനി ഇത് ബ്രെഡ് ക്രംസിലും കൂടി ഡിപ്പ് ചെയ്താൽ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാകത്തിലായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. മസാല നിറയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓവർ മസാല നിറയ്ക്കരുത്. അപ്പോൾ നമുക്ക് ബൗൾസ് ആക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിനനുസരിച്ച് മസാല ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നാൽ ചൂടായതിനു ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ മസാല ഒക്കെ ഓൾറെഡി നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്ത മസാലയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് റോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള കൊച്ചു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോഴേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്